ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അവർ സ്റ്റോറി അൺഫോൾഡ്സ്. ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. ഞങ്ങളുടെ മകൻ പൃഥ്വിക്, ഇതാണ് ആൾ. അവൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ പാച്ചുന്ന വിളിക്കുക. ഇതിൻ്റെ അമ്മയാണ് ഗൈസ്, ഇതിൻ്റെ മാമി, അമ്മയുടെ ചേച്ചി, മാമിയുടെ മോള് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ ഞങ്ങളുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു സേമിയ പായസമൊക്കെ വെച്ചു. ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ ഏട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും മാമിയും പേരമ്മയും എല്ലാം കൂടെ ചേർന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ലഞ്ച് ടൈമായി. ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്ക് ലഞ്ചിന്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇനി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള ചെറിയൊരു ഡെക്കറേഷൻ സെറ്റപ്പൊക്കെ ചെയ്യാണ്. ഏട്ടനും ഏട്ടൻ്റെ അച്ഛനും ഞാനും പാച്ചും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു കേട്ടോ ഡെക്കറേഷൻ സെറ്റപ്പൊക്കെ ചെയ്തത്. എൻ്റെ അമ്മ കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റ്സും കൂടി നമ്മൾ ആ കേക്കിനൊപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പാച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണേ. അല്ലെങ്കിൽ അവൻ അപ്പം തന്നെ കേക്ക് കട്ട് ചെയ്യേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സാധാരണ ആൾക്ക് ഇതുവരെയുള്ള ബർത്ത്ഡേയിലൊന്നും ഇങ്ങനെ കേക്ക് കട്ടിങ്ങിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്യലാണ്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പാച്ചിന് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര തിടുക്കായി. അവൻ തന്നെ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേക്ക് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. നമ്മുടെ റെസിഡൻസിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അച്ചൂസ് കേക്ക്സിനാണ് ഞാൻ കേക്ക് വാങ്ങിയത്. എപ്പോഴും നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ എല്ലാ പരിപാടിക്കും കേക്ക് വാങ്ങാറുള്ളത്. ഇതാട്ടോ നമ്മുടെ കേക്ക്. ആൻഡ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അങ്ങനത്തെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഗൈസ്. പാച്ചുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കുറേ നേരമായിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു പപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്യണമെന്ന്. പാച്ചുവിൻ്റെ ബർത്ത്ഡേ ജൂലൈ 9th ആണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ജൂലൈ 11th ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് കരുതി ഞങ്ങൾ കേക്കിൽ വെഡിങ് ആനിവേഴ്സറി മെൻഷൻ ചെയ്തുകൊണ്ടൊരു സ്റ്റിക്ക് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഞങ്ങളത് മറന്നു പോയിട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ മാമിയും പാച്ചുവും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നു. സത്യത്തിൽ ഇവർ തമ്മിൽ നേരിട്ട് കാണുന്ന എപ്പോഴാണ് കേട്ടോ. മാമി ഗൾഫിലായിരുന്നു. അപ്പോൾ അവധിക്ക് വരുമ്പം പാച്ചു ഇവിടെയായിരിക്കും, പാച്ചു വരുമ്പോൾ മാമി ഗൾഫിലായിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ആദ്യമായിട്ടാണ് എന്തായാലും ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കൂടി അവർ തിരിച്ചു പോവുകയാണേ. ധോവനമ്മ ഇവിടെ ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഏട്ടൻ വണ്ടിയൊക്കെ എടുത്തു, വണ്ടിയിൽ കയറാൻ എല്ലാവരും റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അച്ചുകുട്ടൻ എന്താ ഇവിടെ എല്ലാവർക്കും ടാറ്റ പറയാനായിട്ട് വന്നിപ്പുണ്ട്. പിന്നെ അച്ഛനും അമ്മയോട് എല്ലാവരും യാത്രയൊക്കെ പറയാണ്. എൻ്റെ പാച്ചുവിന് എപ്പോഴും എൻ്റെ അമ്മാമ്മയെ കാണണം എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. തിരുവല്ല പോകണം, ചേച്ചിയുടെ അനിയത്തിലൂടെ കളിക്കണം, എൻ്റെ അമ്മാമ്മയെ കാണണം. ഇതൊക്കെ തന്നെയായിരുന്നു പാച്ചു ഈ ഇടയ്ക്ക് എപ്പോഴും നമ്മളോട് എല്ലാവരോടും പറയാറുള്ളത്. അപ്പോൾ അതാ അവരെല്ലാവരും പോവുകയാണ് ഗൈസ്. എൻ്റെ അമ്മ നാട്ടിലില്ലായിരുന്നുകൊണ്ട് ഞാനും എൻ്റെ അമ്മയും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമൊക്കെ ആയിട്ടോ. എന്തായാലും വീണ്ടും എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകളിൽ ചിലരാണ് ഇവരൊക്കെ കേട്ടോ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അറിയാവുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ ചിലർ. അല്ലെങ്കിൽ ഈ അമ്മ വീടും അവിടെ ഉള്ളവരുമൊക്കെ നമുക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിരിക്കും. അപ്പോൾ അത് അവർ പോകുന്നതൊക്കെ നോക്കി ഏട്ടൻ്റെ അച്ഛനും അമ്മയും പാച്ചുകൂട്ടനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടേ. അങ്ങനെ അവരൊക്കെ പോയിട്ടോ. പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി ടൗണിൽ പോയി പാച്ചുക്കുട്ടിൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ ചോക്ലേറ്റ്സ് കൊടുക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പാച്ചുക്കുട്ടിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങി. ഇപ്പോൾ ഇതായതാണ് നമ്മുടെ ചോക്ലേറ്റ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്